സോ ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ തിരിച്ച് ബാംഗ്ലൂർ പോവാണ്. പോണേൻ്റെ വിഷമമുണ്ടോ? എന്താ സന്തോഷം. സോ ഞാൻ എൻ്റെ അന്നുവിനെ നന്നായിട്ട് മിസ് ചെയ്യും. അന്നുവിനല്ല, കൂടുതൽ എൻ്റെ ലില്ലിനാണ് എനിക്ക് മിസ് ചെയ്യാം. മൈ ഗോഡ്. സോ നമ്മളങ്ങനെ അനുവിൻ്റെ വീട്ടിൽ നിന്നാണ് ബസ് കയറിയിട്ട് പോകണം. ബസ് എത്ര മണിക്കാ? 12:05. ഹസീബി കരച്ചിൽ വന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ നാളെ നമ്മളൊരു 7-8 മണിയാകുമ്പോൾ അവിടെ എത്തും. വീട്ടിലിരുന്ന് തടിച്ചു. ദിസ് ഈസ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതാണ് കെലീനെ പണ്ട് കിട്ടുമ്പോൾ അവൾ എൻ്റെ മടിയിൽ ഇരുന്നിട്ട് എപ്പോഴും ഉറങ്ങും അല്ലേ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം വികൃതിയായി. അങ്ങനെ എനിക്ക് എന്നെ കുളിപ്പിച്ചതാണ് ലില്ലി, അല്ല കെലി. ഹസീബിക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി ആണ് ഇപ്പോൾ, അവൾക്ക് വരാൻ താല്പര്യം. പക്ഷേ ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് പോസ്റ്റ് ചെയ്യാം. അവൾക്കത് മനസ്സിലായി. ഇപ്പോൾ സമയം 11 മണിയായി. നമ്മളെ പോവാറായി. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാൻ ബസ്സിൽ കയറി എപ്പോഴും പ്രത്യേക ഉറക്കം. ബസ്സിൽ കയറി അങ്ങോട്ട് പ്രത്യേക ഉറക്കം അങ്ങോട്ട് കിട്ടും. അത് എവിടെ നിന്നാന്ന് എനിക്കിപ്പോഴും അറിയില്ല. എനിക്ക് കെലീനെ കാണുമ്പോൾ എൻ്റെ ലില്ലിന്ന് എനിക്ക് ഓർമ്മ വരുന്നു. സോ ഞാൻ അങ്ങനെ ഡ്രസ്സ് മാറ്റി. എനിക്ക് ആ ഡ്രസ്സ് ഇട്ടപ്പോൾ എൻ്റെ ബേബി പറഞ്ഞു അത് മാറ്റം, അവൾക്ക് പൊസസീവ് ആവണമെന്ന്. അപ്പം ഞാൻ മാറ്റി. എനിക്ക് പൊസസീവ് ആവുന്നുണ്ടോ? എന്തിനാ പൊസസീവ് ആവുന്നത്? കയ്യും കാലൊക്കെ കാണിച്ചിട്ട് ബേബി ഞാൻ പറഞ്ഞു കുറച്ച് ടോക്സിറ്റി ഒക്കെ കുറച്ച് കുറയ്ക്കാം. ഇഷ്ടപ്പെടില്ല കേട്ടോ അത്. അല്ലെങ്കിൽ ഞാൻ സബന ബാബുൻ്റെ അടുത്ത് പോകും കേട്ടാ. ശരി പിണങ്ങിയോ? എൻ്റെ ഏട്ടാ ഇങ്ങനെ തമാശക്ക് പറഞ്ഞാലൊക്കെ പിണങ്ങും. പക്ഷെ ഞാൻ ഒരുപാട് ഓവറായി ഞാൻ പോവും. കൈ എൻ്റെ ഇറക്കി നോക്ക്, കയറ്റിയിട്. അത് പുറകെ മുതുക് കാണാം, കുറച്ചിതാക്കണം. ഞങ്ങളുടെ ബസ്സായിട്ട് വിളിച്ചു കേട്ടോ. ചർച്ച പറയും. ഹലോ, എവിടെ എത്തി? മണ്ണൂത്തി. എത്ര മണിക്ക് തൃശ്ശൂർ അല്ല റോയലിൻ്റെ അവിടെ എത്തും? 12. അപ്പൊ ആദ്യം ഹലോ പറഞ്ഞപ്പോ ഫ്ലിക്സ് ബസ്. സൗണ്ട് അങ്ങനെ ഫ്ലിക്സ് ബസ്. ഇത് മറ്റേതുണ്ടാവുമല്ലോ, കുട്ടൻചേട്ടന്റെ ഫോട്ടോ വല്ലതുമുണ്ടോ? പാസ്പോർട്ട് സൈസ് ഫോട്ടോ വല്ലതുണ്ടോ? ഇപ്പൊ നമ്മള് ഇറങ്ങാറായി. ബസ് someone is looking at me. My God. നമ്മളങ്ങനെ പോവാണ്. ഞാൻ കരഞ്ഞല്ല. നീ എന്താ കരയാത്തത്? എനിക്ക് കരച്ചിൽ വരുന്ന പറഞ്ഞിട്ട്. അയ്യോ ഞാൻ പറഞ്ഞില്ല. അമ്മമ്മൻ്റെ അടുത്ത് ബസ് 12 മണിക്ക് എത്തും. ഇവിടെ ലൈറ്റ് ഇടാൻ പറ്റില്ല, എന്താ അറിയില്ല. ഇത് വർക്കിംഗ് അല്ല. സോ ഇതാണ് ഇവിടുത്തെ ഞങ്ങളുടെ ഇനി നമുക്ക് അങ്ങനെ ബാംഗ്ലൂർ എത്തിയിട്ട് കാണാം. ബിക്കോസ് ഛർദിന്റെ മരുന്ന് അയച്ചു. നമ്മൾ നല്ല ഉറക്കം വരുന്നുണ്ട്.
എനിക്ക് ഛർദി വരുന്നുണ്ട്. അപ്പൊ ഇവൾക്ക് ഛർദിക്കാൻ വരുന്നുണ്ട്. ഇല്ല. ഓക്കെ ബൈ. ഇവിടെ ആസ് യൂഷ്വൽ ബ്ലോക്കാണ്. എപ്പോഴും ഉള്ള പോലെ 10 മിനിറ്റ് എടുക്കേണ്ട സാധനം 20 മിനിറ്റ് എടുക്കണം. സോ നമ്മൾ അങ്ങനെ ഫൈനലി നമ്മളുടെ PGയിലെത്തി. ഫൈനലി എൻ്റെ റൂമിലേക്ക് ഞാൻ എത്തി ഗായ്സ്. ഞങ്ങൾ വരുമ്പോഴത്തേക്കും ഒരു കാര്യം ഞാൻ കണ്ടു. നോക്കുക, സി ഞാൻ ഇല്ലാത്ത പലഗ്രഹാസിയുടെ ഇവിടെ എല്ലാം പൊട്ടിച്ചടക്കായിരുന്നു തോന്നുന്നു. ഇതാണ് ഞങ്ങളുടെ ബാഗ് വെക്കുന്ന സ്ഥലം. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ബാഗിൻ്റെ കളക്ഷൻസ് കാണിച്ചു തരാം കേട്ടോ. ഇനി ഡ്രസ്സൊക്കെ എടുത്ത് വെക്കണം. ബാക്കി ഇപ്പോൾ ഇവിടെ വൃത്തിയായി കിടക്കണ്ട. ലാസ്റ്റ് ഇനി ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുമ്പോൾ മൊത്തം അലങ്കോലാവും. ഇതാണ് എൻ്റെ യൂണിഫോം. ഇന്ന് എൻ്റെ പാൻറ്റൊക്കെ ഇപ്പം ചെറുതായിട്ടുണ്ടാവും. ബിക്കോസ് ഞാൻ വീട്ടിൽ പോയിട്ട് തടി വെച്ചു. ഇവിടെ പണിയെടുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതെപ്പോഴും ഞങ്ങൾ വന്ന് അലങ്കോലമാവുന്ന ഒരു സ്ഥലമാണ് ഞങ്ങളുടെ ഈ ടേബിൾ. അനുഗ്രാസിയുടെ ബെഡൊക്കെ ഇങ്ങനെ ഒതുക്കി വെച്ച് ഇനി നമുക്ക് ബെഡ്ഷീറ്റ് വിരിക്കാം. ഞങ്ങളുടെ ബെഡ് ഇങ്ങനെയായിരിക്കുന്നു. ഇനി ഇതും കൂടിയും നേരാക്കാറുണ്ട്. പക്ഷെ മൊത്തം കഴിക്കാനുള്ള സാധ്യതകളാണ്. അപ്പോൾ അങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് വൃത്തിയാക്കാം. വൃത്തിയായിട്ട് അടിക്കണം. ഓക്കെ. ഓ, നല്ലൊരു റൂമായിരുന്നു. അത് നോക്ക് തുറന്നിട്ടിരിക്കണം. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.